ഇനി അറിയാതെ പോലും PSC കയറി പോലീസ് ആവരുതെന്ന് ഞാൻ പഠിച്ചു. ഇത്രയും ജോലി ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. പോലീസുകാരനായിട്ട് ജീവിക്കുന്നത് മരിക്കുന്നത് എങ്ങനെയാണ്, അവർ അനുഭവിക്കുന്ന വേദനകൾ ഒരു എല്ലാം ഷായ കബീർ അത്രയും റിയലിസ്റ്റിക് ആയിട്ട് എടുത്തിട്ടുണ്ട്. അടിപൊളി. സസ്പെൻസ് ഒക്കെ എങ്ങനെയുണ്ട്? സസ്പെൻസ് അല്ല, ഇതൊരു ഡ്രാമയാണ്. പുള്ളിയുടെ ജോസഫ്, ഇലവീഴ, പുഞ്ചർ, ആ രീതിയിലുള്ള അത്രയ്ക്ക് ഡാർക്കായിട്ടൊരു, എല്ലാ ഫിലിമും ഡാർക്കാണ്, എന്നാലും ഇത് ബെറ്ററാണ്. മുമ്പിറങ്ങിയ ഓഫീസർ ഓൺ ഡ്യൂട്ടിയെക്കാട്ടി ബെറ്ററാണ്. നായാട്ട് പോലെ ആ ഒരു ഡ്രാമയാണ്. നായാട്ടിന്റെ അത്രയും നല്ല പടമാണ്. ഷായ കബീർ ഒരു പ്രോമിസിംഗ് ഡയറക്ടർ എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. കാരണം ആ റേഞ്ചിലാണ് ഈ പടം എടുത്ത് വെച്ചിരിക്കുന്നത്. എലവിട പുഞ്ചന നായർ പോലീസ് സ്റ്റോറി ഇങ്ങനെ ഇത്തിരി മാത്രം റിയലിസ്റ്റിക് സ്റ്റോറി എവിടെ നിന്ന് കിട്ടുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. കാരണം അത്രയ്ക്ക് സൂപ്പറായിട്ട് പടം ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് ഒക്കെ നമുക്ക് ഹാർട്ട് ടച്ചിങ്ങും ഭയങ്കരമായൊരു ഫീൽ വരും. മനസ്സ് നമുക്ക് എന്തൊക്കെയോ പോലൊരു നായാട്ട് കണ്ടിറങ്ങുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അതേ റേഞ്ചിലാണ് ഈ ക്ലൈമാക്സ് നമുക്ക് വന്നിരിക്കുന്നത്. നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ആ റേഞ്ച് സൂപ്പറായിട്ട് മസ്റ്റ് വാച്ച് പടം എന്ന് വെച്ചാൽ പറയാം. ടെസ്റ്റും കാര്യങ്ങളൊന്നും ഒരു സാധാരണ ഒരു പടം, ഒരു പോലീസുകാരുടെ ലൈഫ് എന്താണോ അത് അതുപോലെ എടുത്തിരിക്കുന്നത് സാധാരണ ഒരു പടം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ നമ്മളെ ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടി അതുപോലെയൊക്കെ ഒരു ക്രൈം ത്രില്ലറല്ല. സാധാരണ രീതിയിലൊരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് അതിൽ പോലീസുകാർ ഉൾപ്പെട്ട് അവരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുള്ള ഒരു പോലീസുകാരനായിട്ട് ജീവിക്കുന്നത് മരിക്കുന്നത് എങ്ങനെയാണ്, അവർ അനുഭവിക്കുന്ന വേദനകൾ ഒരു എല്ലാം ഷായ കബീർ അത്രയും റിയലിസ്റ്റിക് ആയിട്ട് എടുത്തിട്ടുണ്ട്. തിയേറ്ററിൽ കാണാൻ പറ്റിയ ഒരു മസ്റ്റ് വാച്ച് പടം തന്നെയാണ് പറയും. ഓരോ സീൻസും എല്ലാം അതിനനുസരിച്ച് അവർ ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് ആണെങ്കിൽ എല്ലാം അതിന് ഒരു രക്ഷയില്ല. കുറ്റം പറയാൻ മാത്രം ഒന്നുമില്ല ഈ പടത്തിൽ. ആദ്യമേ പുള്ളി തന്നെ പറഞ്ഞു ത്രില്ലറോ ജോണറോ അല്ല, നോർമലായിട്ടുള്ള സ്റ്റോറിയാണ്. അതേപോലെ പുള്ളി പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് എങ്ങനെയാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ഉഗ്രനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ആയാലും സെക്കൻഡ് ഹാഫ് അതിനെക്കാട്ടിലും നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ക്ലൈമാക്സ് ഒക്കെ നമുക്ക് അത്യാവശ്യം സെൻറ്റിമെൻറ്റ് രീതിയിലൊക്കെ പോകുന്നുണ്ട്. ഉഗ്രനായിട്ട് ചെയ്തിട്ടുണ്ട്. ആ കാസ്റ്റിംഗ് ഒക്കെ ഉഗ്രനാണ്. ദിലീഷ് പോത്തനായാലും റോഷനായാലും എല്ലാവരും ഉഗ്രനായിട്ട് ചെയ്തിട്ടുണ്ട്. കാസ്റ്റിംഗ് എല്ലാം ഉഗ്രനാണ്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കുഞ്ഞായാലും അല്ലെങ്കിൽ നമ്മുടെ ആങ്കർ മിഥുൻ ചേട്ടൻ്റെ വൈഫായാലും എല്ലാവരും നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഉഗ്രൻ പടമാണ്. നല്ല മൂവി ആയിരുന്നു. ത്രില്ലർ ഫിലിം 2 മണിക്കൂറിന് ബോത്തായിട്ടുണ്ട്. പോലീസുകാരുടെ റിയൽ ലൈഫ് സ്റ്റോറിയാ. സൂപ്പർ. നമ്മളെ എല്ലാവരും ഉറപ്പായിട്ട് കണ്ടിരിക്കേണ്ട ഫിലിമാണ്. ഇനി അറിയാതെ പോലും PSC കയറി പോലീസ് ആവരുതെന്ന് ഞാൻ പഠിച്ചു. ഇത്രയും ജോലി ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു.